വയനാട് ദുരന്തബാധിതരിൽ വീട് സ്വീകരിക്കാത്തവർക്ക് നഷ്ടപരിഹാരം കൂട്ടുന്നത് പരിഗണിക്കുമെന്ന് അമിക്കസ് ക്യൂറി. സ്വന്തമായി വീട് നിർമ്മിക്കുന്നവർക്ക് 15 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ സർക്കാർ സഹായം നിർബന്ധിത ഉത്തരവാദിത്തം അല്ല എന്ന് കോടതി. ബിനിൽ അങ്ങനെ സ്വന്തമായിട്ട് ഈ അവസ്ഥയിൽ വീട് കെട്ടിപ്പടുക്കുവാനും ഒക്കെ തന്നെ തയ്യാറാകുന്നവർക്കൊക്കെ ഇക്കാര്യത്തിലുള്ള തീരുമാനം, സർക്കാരിൻ്റെതായ ഇടപെടൽ, ഇപ്പോൾ തന്നെ കോടതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അമിക്കസ് ക്യൂറിയുടെ നിലപാട്? പ്രതീക്ഷ, വയനാട്ടിൽ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ടൗൺഷിപ്പുകളിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം രൂപ അത് നൽകുക, അതാണ് സർക്കാരിന്റെ തീരുമാനം. അതായത് ഇവർക്ക് പുതിയൊരു വീട് വയ്ക്കുന്നതിനുള്ള സഹായമായി നൽകുന്നത് 15 ലക്ഷം രൂപയാണ്. ആ 15 ലക്ഷം രൂപ അപര്യാപ്തമാണ് എന്നാണ് നിരവധി പേർ അമിക്കസ് ക്യൂറിക്ക് മുന്നിൽ അവരുടെ നിലപാടായി അറിയിച്ചിരിക്കുന്നത്. അക്കാര്യമാണ് ഒരു റിപ്പോർട്ടാക്കി അമിക്കസ് ക്യൂറി ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ 15 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ഒരു പുതിയ വീട് നിർമ്മിക്കാൻ കഴിയില്ല, കൂടുതൽ പണം വേണം. ഏതാണ്ട് 40 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവരുണ്ട്. അവരുടെ റെപ്രസെന്റേഷൻസ് ആണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് മുന്നിൽ കൈമാറിയിരിക്കുന്നത്. ഇതിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ഈ പണം കൂട്ടേണ്ടതുണ്ടോ, ആ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനം വരേണ്ടത്. പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതൊരു പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിത ദുരന്തമല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് മേൽ ഇത്ര രൂപ നിങ്ങൾ തരണം എന്ന് ഏതെങ്കിലും ഒരു ദുരിതബാധിതന് ആവശ്യപ്പെടാൻ കഴിയില്ല. അത് ശരിയായ ഒരു കാര്യമല്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഒരു നിർബന്ധിതമായിട്ട് സർക്കാരിന്റെ ഒരു ഇടപെടൽ ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഇത്. ഒരു പ്രകൃതി ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സ്വമേധയാ സർക്കാർ നൽകുന്ന സഹായമാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകാനിരിക്കുകയാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.